ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഖനാശകാനി ധാത്രീ പുമർത്ഥനിജസ്യ ജയത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ആത്മസഹോദരരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ വിനായക അഷ്ടകം 4-ാമത്തെ ശ്ലോകം. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിൽ കാണുന്ന പ്രമേയം നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ ആത്മാവാണ്. ഉപാസകനും ഉപസ്യനും ഗുരുവും ശിഷ്യനും ജീവനും പരനും എല്ലാം കൽപ്പിതങ്ങളായ വ്യത്യാസങ്ങൾ മാത്രം. എല്ലാം ഏകമായ സത്യം, അത് ഒന്നേ ഉള്ളൂ. ഈ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും അധിഷ്ഠാനഭൂതനായ പരമേശ്വരൻ തന്നെയാണ് വിനായകൻ എന്ന് സ്തുതി തുടരുകയാണ് 4-ാം ശ്ലോകത്തിലും. ഉരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം. ഉരസ്താരഹാരം, ഉരസിൽ താരങ്ങളെ പോലെ മിന്നുന്ന മുത്തുകൾ കോർത്ത മാലയണിഞ്ഞവൻ. ശരചന്ദ്രഹീരം, ശിരസിൽ അലങ്കാരമായി ശരത്കാല ചന്ദ്രനെ അണിഞ്ഞവൻ. സുരശ്രീവിചാരം, ദേവന്മാരുടെ എല്ലാ തരത്തിലുള്ള സ്ത്രീയെ ലക്ഷ്യമാക്കി വിചാരം ചെയ്യുന്നവൻ. ഹൃദാർത്താരിഭാരം, ശത്രുക്കളാൽ ദുഃഖിക്കുന്നവരുടെ ഭാരത്തെ ഇല്ലാതാക്കുന്നവൻ. കടേദാനപൂരം, ആനയുടെ കവിൾത്തടമാണ് കടം. ഗജമുഖനായ വിനായകന്റെ കവിൾത്തടത്തിൽ മതജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജഡാഭോഗിപൂരം, ജഡയിൽ സർപ്പങ്ങളെ വഹിക്കുന്നവൻ. കലാബിന്ദുതാരം, കലയെ ഹിരണ്യഗർഭനായും ബിന്ദുവിനെ സദാശിവനായും ഇവിടെ സങ്കല്പം. പരമാത്മാവായ വിനായകനെ അങ്ങനെ സ്തുതിക്കുന്നു. ശൈവവീരം, ശിവന്റെ ഭൂതഗണങ്ങളുടെ നായകത്വം. ശൈവന്മാരിൽ വീരനായ വിനായകൻ. ഉരസ്താരഹാരം, ഗണപതി വിഗ്രഹത്തിൽ മുത്തുമാല ചാർത്തി നാം ആരാധിക്കാറുണ്ടല്ലോ. ഇവിടെ ഈ വിശ്വം മുഴുവൻ ശരീരമായിരിക്കുന്ന വിനായകൻ. അങ്ങനെയുള്ള ആ വിനായകന്റെ ഉരസിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുത്തുമാലയായി ശോഭിക്കുന്നു. ഇപ്പോൾ ഉപാസനയിൽ ഒരു മൂർത്തിയെ നമുക്ക് വേണം. ആ മൂർത്തിയെ നമ്മൾ ആരാധിക്കുന്നു. തനിക്ക് പൂർണ്ണത ലഭിക്കാൻ ഭഗവാന്റെ കാരുണ്യം വേണമെന്ന് ചിന്തിച്ച് ഭക്തൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഒരേ ഭഗവാന്റെ ദിവ്യഭാവങ്ങളായി കാണുകയാണ്. നമ്മൾക്ക് ഭഗവാന്റെ കാരുണ്യത്തോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ഭഗവാനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ എന്നത് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ, എന്തൊക്കെ നാം കാണുന്നു സർവചരാചരങ്ങളും ആ ഭഗവാന്റെ ദിവ്യഭാവങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഗുരു അങ്ങനെ കാണുകയാണ് ഈ വരികളിലൂടെ, ഈ ഓരോ വാക്കുകളിലൂടെയും. ശരചന്ദ്രഹീരം, ശിവൻ മലമുകളിൽ മല പോലെ ഇളകാതെ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ശിവന്റെ മുകളിലായി, പുറകിലായി പർവ്വതനിരകൾക്ക് മുകളിൽ ചന്ദ്രൻ ഉദിച്ചു വരുന്ന കാഴ്ച, അത് ശിവന്റെ ജടയിൽ ഇങ്ങനെ ജടാമകുടത്തിൽ ചൂടിയിരിക്കുന്ന മണിയായി ചന്ദ്രകല ശോഭിക്കുന്നു. പുണ്യനദിയായ ഗംഗയും ഉത്ഭവിക്കുന്നത് ഹിമവാന്റെ മുകളിലുള്ള മാനസ സരസിൽ നിന്നാണ്.
ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്വർലോക ഗംഗ ശിവന്റെ ജടയിൽ പ്രവേശിച്ച് ചില തുള്ളികൾ മാത്രമാണ് ഭൂമിയിലേക്ക് വന്ന നമ്മൾക്ക് ഇന്നുള്ള ഈ ഗംഗാ നദി. അതുപോലെ നല്ലതരം ആനകളുടെ മസ്തകത്തിൽ രത്നങ്ങളുണ്ടെന്ന് കവികൾ സങ്കല്പിക്കാറുണ്ട്. ഇവിടെ ഗജമുഖനായ വിനായകന്റെ മസ്തകത്തിലെ രത്നമാണ് ഇവിടത്തെ ചന്ദ്രൻ. സുരശ്രീ വിചാരം, ഈശ്വരകാരുണ്യം ദൈവാംശത്തെ ഐശ്വര്യപൂർണമാക്കുന്നു. അപ്പോൾ ദൈവാംശമാണ് സുരന്മാരെന്ന് പറയുന്നത്, ദേവന്മാർ. ആ ദൈവാംശം, അല്ലെങ്കിൽ നമ്മൾക്കിവിടെ പറയാം ആത്മാവ്, അത് അനശ്വരമാണ്. എന്നാൽ അത് കുടികൊള്ളുന്ന ശരീരമോ അത് നശ്വരവും. ആ പ്രകാശമാകുന്ന ദേവന്മാരുടെ ഐശ്വര്യം കാക്ഷിക്കുന്ന വിനായകനെ ഭജിക്കുന്നു എന്നാണ്. ഇവിടെ നന്മയെ അല്ലെങ്കിൽ വിദ്യയെ, ദേവാംശത്തെ, ആത്മാവിനെ, അനശ്വരമായ ആ അംശത്തെ, അത് കുടികൊള്ളുന്ന ശരീരമാണ് നമുക്ക് ഏവർക്കും ഉള്ളത്. അത് നശ്വരമാണ്. അപ്പോൾ അതിലുള്ള ആ നന്മയെ, അതിലെ ഐശ്വര്യത്തെ മാത്രം ഉയർത്തുന്ന ആ വിനായകനെ ഭജിക്കുകയാണ്. ഹൃദാർത്താരിഭാരം, ശത്രുക്കൾ നമുക്കൊരു ഭാരമാണ്. നമ്മൾക്ക് ശത്രുക്കൾ നൽകുന്ന ദുഃഖം, ആ ദുഃഖം ഭാരമാണ്. അങ്ങനെ അതുകൊണ്ട് ദുഃഖിക്കുന്നവരുടെ ഭാരത്തെ ഹരിച്ച് ഇല്ലാതാക്കി സംരക്ഷിക്കുന്നവൻ, അതുപോലെ തന്നെ ആനന്ദരൂപൻ, എപ്പോഴും സദാ ആനന്ദമയമാണ് വിനായകൻ. ആനന്ദത്തിൻ്റെ പ്രതീകമാണ്. അതാണ് ആനന്ദരൂപനായ ആ വിനായകനെ നമ്മൾ സ്തുതിക്കുമ്പോഴും അത്യാഹ്ലാദത്തോട് സ്തുതിക്കണമെന്നാണ്. ദുഃഖത്തോടുകൂടി അല്ല. ആ ദുഃഖങ്ങളൊക്കെ മറന്ന്, ആ ദുഃഖങ്ങളൊക്കെ ഭഗവാൻ ഇല്ലാതെയാക്കിക്കൊള്ളും. അതിനെ ഹരിച്ച് സംരക്ഷിച്ച് ആനന്ദരൂപനായ ആ വിനായകൻ നിലകൊള്ളുമ്പോൾ ആ വിനായകനെ സ്തുതിക്കുന്നു, ഭജിക്കുന്നു. ഇവിടെ കടേ ദാനപൂരം, ആനയുടെ മസ്തകത്തിലും ഇവിടെ കടേ എന്നതിന് കവിൾത്തടം. ആ കവിൾത്തടത്തിൽ ഒഴുകിയെത്തുന്ന മദജലം ജീവിതത്തെ ജീവിതരസമാക്കുന്നു. അത് ദൈവിക പ്രസാദം തന്നെയാണ്. ജഡാഭോഗിപൂരം, ജഡയിലുള്ള ഭോഗി, പാമ്പുകളുടെ പൂരം, കൂട്ടം. പർവ്വത ശിഖരങ്ങളെ ജഡയായും അതിലെ നീരൊഴുക്കുകളെ ജഡയിൽ കെട്ടുപിണഞ്ഞിളകിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളായും ഇവിടെ സങ്കല്പിക്കുകയാണ്. കലാബിന്ദുതാരം, വിനായക ആരാധനയെ നമ്മൾ ഗാണപത്യം എന്ന പേരിലാണ് തന്ത്രശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. കല എന്നാൽ ചെറിയ ഒരംശം, താരമെന്നാൽ തരണം ചെയ്യിക്കുന്നവൻ. ശിവശക്തി സംയോഗമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. ആ സംയോഗ ഫലമായുണ്ടായ ആനന്ദ നിർവൃതിയാണ് നാദം. ആ നാദം ഉറഞ്ഞുകൂടിയൊരു ബിന്ദുവായി തീരുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ബീജം. ഈ ബിന്ദു പൊട്ടി വിടർന്നാണ് ശബ്ദം, ശബ്ദബ്രഹ്മം. ആ പരമാത്മാവ് കലകൾക്ക് അതീതമാണ്. അങ്ങനെ കലയെയും ബിന്ദുവിനെയും തരണം ചെയ്ത് ശുദ്ധ അദ്വൈതബോധത്തിൽ എത്തിക്കുന്നവൻ, നമ്മെ തന്നെ ആ പരമാത്മാവിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഈ സംസാര ചക്രത്തെ നമ്മൾക്ക് തരണം ചെയ്യാൻ സഹായിക്കും. അങ്ങനെയുള്ള വിനായകനെയാണ് ഇവിടെ ഭജിക്കുന്നത്. ശൈവവീരം, പരാശക്തിയുടെ ഇച്ഛാശക്തിയാൽ സൃഷ്ടിച്ച സർവ ശിവലക്ഷണങ്ങളും നിറഞ്ഞ അല്ലെങ്കിൽ ശിവസ്വരൂപം തന്നെയായ വിനായകനെ, അതായത് ശിവപുരാണത്തിൽ പറയുന്നത് ശിവനെ തൻ്റെ ശക്തി കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് സൃഷ്ടിച്ചതാണ്. അങ്ങനെ എല്ലാ ശിവന്റെ ഗുണങ്ങളോടും കൂടിയാണ് സൃഷ്ടിച്ചത്. തൻ്റെ തന്നെ രൂപത്തെ ശിവൻ കണ്ടപ്പോൾ ആ പുത്രനെ
ആത്മബാലനായി. മഹേശാത്മബാലം നമ്മൾ കണ്ടതാണ് അല്ലേ. അങ്ങനെ ആ ആത്മബാലനായി സ്വീകരിച്ചു. വീര്യത്തിലും ബലത്തിലും വിനായകൻ ശിവതുല്യനാണ്. അപ്പോൾ ശിവൻ തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വിനായകനിൽ ചൊരിഞ്ഞു. ഈ പുരാണ കഥകളെ ഇങ്ങനെ അടിസ്ഥാനമാക്കി ശൈവവീരം എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ശൈവന്മാരിൽ വീരനായവൻ എന്നും അർത്ഥം. ഇങ്ങനെയുള്ള വിനായകനെ സദാ സ്തുതിക്കുന്നു ഭക്തൻ ഇവിടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.